ശരി, അങ്ങ് ജന്തർ മന്ദറിൽ പ്രതിഷേധം ശക്തി പ്രാപിക്കുകയാണ്. ജന്തർ മന്ദറിൽ മാത്രമല്ല, അലയൊലികൾ രാജ്യത്തിന്റെ പലയിടങ്ങളിലേക്കും പടരുന്നുവെന്നതാണ്. ബീഹാറിൽ നമ്മൾ കണ്ടു, പാറ്റ്നയിൽ കണ്ടു, നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടു. അങ്ങനെ രാജ്യ തലസ്ഥാനത്തെ ആ വലിയ നീക്കത്തിന്റെ പ്രകമ്പനങ്ങൾ രാജ്യമൊന്നാകെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധം ഘടിപ്പിക്കുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. സമവായ ശ്രമത്തിന് സജീവ നീക്കവും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട്. JP നദ്ദ ഇന്ന് സമരക്കാരുമായി ചർച്ച നടത്തിയേക്കും. പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ നടപടി എടുക്കില്ലെന്ന് ഉറപ്പ് നൽകിയാൽ നിരാഹാരം അവസാനിപ്പിക്കാം എന്ന നിലപാടിലാണ് സോനം വാങ്ചുക്ക്. അതിനിടെ ജന്തർ മന്ദറിലും പരിസര പ്രദേശങ്ങളിലും ഇന്റർനെറ്റ് സേവനം താൽക്കാലികമായി വീണ്ടും വിച്ഛേദിച്ചു. 30 കമ്പനി കേന്ദ്രസേനയെ കൂടി അധികമായി വിന്യസിച്ചിട്ടുണ്ട്. പാർലമെന്റ് മാർച്ചിലെ സംഘർഷത്തിൽ വിപുലമായ അന്വേഷണത്തിന് ദില്ലി പോലീസ് തുടക്കമിട്ടു. അന്വേഷണത്തിനായി 20 സംഘങ്ങളെ നിയോഗിച്ചു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ഇന്നും പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കും. രാവിലെ ഇന്ത്യ സഖ്യ നേതാക്കൾ യോഗം ചേരും. സംസ്ഥാനത്ത് ഇന്ന് KSUവിന്റെ വിദ്യാഭ്യാസം എന്താണ്? ആദിൽ പാലോടും നോബൽ മാരിക്കാരനും ഡൽഹിയിൽ നിന്നും MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്നും തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു. വെരി ഗുഡ് മോർണിംഗ് ആദിൽ പാലോട്, വെരി ഗുഡ് മോർണിംഗ് നോബൽ, വെരി ഗുഡ് മോർണിംഗ് പ്രതീഷ്. അപ്പോൾ ആദ്യം ആദിൽ പാലോടിലേക്ക്. ആദിൽ പാലോട് ഇപ്പോൾ ഉള്ളത് ജന്തർ മന്ദറിലാണ്. അതിൽ എന്താണ് ജന്തർ മന്ദറിലെ ഇന്നത്തെ കാഴ്ചകൾ? ഇന്നലെ രാത്രിയും നേരിയ സംഘർഷാവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു. ജന്തർ മന്ദറിന് സമീപം സംസദ് മാർഗിൽ ഇന്നലെ ഒരു കല്ലേറുണ്ടായിരുന്നു. പോലീസ് വീണ്ടും അവിടെ ഈ സമരക്കാരുമായിട്ട് ഏറ്റുമുട്ടിയെന്നുമുള്ള വാർത്തയുണ്ടായിരുന്നു. ഇന്റർനെറ്റ് ബന്ധം താൽക്കാലികമായി വിച്ഛേദിച്ചിരുന്നു. എന്താണ് ഇന്ന് രാവിലെ ജന്തർ മന്ദറിലെ കാഴ്ചകൾ ആദിൽ പാലോട്? ജന്തർ മന്ദറിൽ രാവിലെ എത്തുമ്പോൾ തന്നെ വലിയ ആൾക്കൂട്ടമുണ്ട്. അരുൺകുമാർ, നമുക്ക് ദൃശ്യങ്ങൾ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം എന്ന് തോന്നുന്നു. നമുക്ക് വേദിയിലേക്ക് നോക്കിയാൽ അഭിജിത്ത് ദീപ്കെ വേദിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അഭിജിത്ത് ദീപ്കയ്ക്കൊപ്പം അശുതോഷ് റാങ്കയുമുണ്ട്. CJPയുടെ വക്താക്കളാണ്. അഭിജിത്ത് ദീപ്കെ ഇപ്പോൾ ഈ പ്രവർത്തകരുമായി, ഇവിടെ കൂടിയ യുവാക്കളുമായി, ചെറുപ്പക്കാരുമായി സംസാരിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി ചെറിയ തോതിൽ ഒരു സംഘർഷം പോലീസുമായി സമരക്കാരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ചിലയിടങ്ങളിൽ ഉണ്ടായിരുന്നു. ഈ ജന്തർ മന്ദറിന്റെ ഒരു ഭാഗത്ത്, സമീപത്തുള്ള ഒരു ഭാഗത്ത് പോലീസിന് നേരെ സമരക്കാർ കല്ലെറിയുന്ന ചില ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും പ്രതിഷേധം അതിശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. ഈ 7 മണി സമയത്ത്, 7 മണിയല്ല, നമ്മൾ വരുമ്പോൾ 6 മണി സമയത്ത് തന്നെ ഈ രൂപത്തിൽ വലിയ ആൾക്കൂട്ടം, 100 കണക്കിന് ചെറുപ്പക്കാർ ഇവിടെ കിടന്നുറങ്ങി, ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ഇവിടെ സമരം തുടരുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അല്ലാതെ മറ്റൊരു പരിഹാരവും ഈ സമരം അവസാനിപ്പിക്കാൻ ഒരു നിർദ്ദേശവും ഇല്ല എന്നാണ് ഇവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, സമവായ നീക്കങ്ങൾ സജീവമാക്കുന്നു കേന്ദ്ര സർക്കാർ എന്നതാണ്. JP നദ്ദ നേരത്തെ ചർച്ച നടത്തിയിരുന്നതാണ് CJP വക്താക്കളുമായി. അപ്പോൾ കാര്യമായൊരു പരിഗണന നേതാക്കൾക്ക് നൽകിയില്ല. JP നദ്ദയുടെ വസതിയിലായിരുന്നു അന്ന് ചർച്ച നടത്തിയിരുന്നത്. അതുകൊണ്ട് JP നദ്ദയുടെ വസതിയിലേക്ക് ഇനി ചർച്ചയ്ക്കില്ല എന്നാണ് ഇന്നലെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ CJP നിലപാട് വ്യക്തമാക്കിയത്. ഇന്നിപ്പോൾ ജന്തർ മന്ദറിൽ ഏതായാലും കേന്ദ്രമന്ത്രിമാരെത്തില്ല. ജന്തർ മന്ദറിന് സമീപത്തുള്ള ഏതെങ്കിലും ഒരു നിഷ്പക്ഷ വേദിയിൽ ചർച്ച നടത്തിയാൽ തങ്ങൾ തയ്യാറാണ് എന്നാണ് ഈ ഘട്ടത്തിൽ CJP അറിയിച്ചിരിക്കുന്നത്. നമ്മോടൊപ്പം ചില പ്രവർത്തകരെ കൂടി കേൾക്കാം. रोहिणी से आए हैं, सेक्टर 3 से. तो आपको क्या लगता है ये? देखो, जो भी हो रहा है बिल्कुल सही हो रहा है. जो नीट के बच्चे हैं, 22 लाख 24 लाख बच्चों ने एग्जाम्स की तैयारी करी, पेपर दिया, और एजुकेशन सिस्टम में पहली बार ऐसा नहीं हो रहा कि बार बार फेलियर फेस करने को मिल रहा है. हर साल में, पिछले 8 साल में टू बी प्रिसाइज 80 पेपर लीक अप्रोक्सीमेटली हो चुके हैं. तो जैसे स्कूल में एक बच्चा गलती करता है तो टीचर की जगह प्रिंसिपल पे बात आती है, तो वैसे धर्म प्रधान को भी डिजाइन करना चाहिए अपनी पोस्ट. ठीक है, आप क्या करते हैं, पढ़ाई करते हैं? मैं एक्चुअली 12th में हूँ, साइंस का स्टूडेंट हूँ. JEE की मैं भी तैयारी कर रहा हूँ इस साल. आपको भी थोड़ा कंफ्यूजन में है क्या ये ऐसे? जी, मतलब जो भी हुआ बहुत ही गलत है, क्योंकि फिर भी कोई एस्पिरेंट आगे आएगा ही नहीं पेपर देने के लिए. ना फिर इतने करियर ऑप्शंस हैं इस कंट्री में कि बंदा फिर ये सोचे कि और फॉरेन हर चीज बंदा अफोर्ड नहीं कर सकता. അരുൺകുമാർ, കൃത്യമായി സമരത്തിന്റെ എന്താണ് സമരം എന്ന് വെച്ചാൽ ഈ വിദ്യാർത്ഥി പറയുന്നത് കേട്ടാൽ മനസ്സിലാവും. നാം ക്യാ? ജയന്ത് എന്നാണ് പേര്. ഡൽഹി രോഹിണിയിൽ നിന്ന് വന്നതാണ്. 12ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, സയൻസ് വിഭാഗത്തിലാണ്. എങ്ങനെയാണ് അടുത്ത ഘട്ടം എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ടാണ് തങ്ങൾ സമരത്തിന് വന്നത് എന്ന് പറയുന്നു. ഒരു തവണയല്ല ചോദ്യപേപ്പർ ചോർച്ചയുണ്ടാകുന്നത്. തുടർച്ചയായി ചോദ്യപേപ്പർ ചോരുമ്പോൾ എങ്ങനെ ഇത് അംഗീകരിക്കാൻ കഴിയും എന്ന ചോദ്യം ഇവിടെ കൂടിയിരിക്കുന്ന യുവാക്കൾ, ചെറുപ്പക്കാർ, 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി വരെ ചോദിക്കുകയാണ്. ഏതായാലും
വലിയ തോതിലുള്ള ആൾക്കൂട്ടം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. സമരം അതിശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. എത്രയും വേഗം സമരം അവസാനിപ്പിക്കാൻ യുവാക്കളുടെ ആ വിധത്തിലുള്ള പിന്തുണ സമരത്തിനുണ്ട് എന്ന് സർക്കാരിന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് സമവായ അനുനയ ചർച്ചകൾ കൂടുതൽ വേഗത്തിലും സജീവവുമാക്കുന്നത്. അരുൺകുമാർ, ഒരു കാര്യം കൂടി ആദിൽ പാലോട്, അവിടെ കൗതുകകരമായ ഒരു കാഴ്ച കാണുന്നത് അവിടെ ഈ പാർട്ടികൾ പരസ്പരം വിശറി കൊണ്ട് വീശുന്ന കാഴ്ചയുണ്ട്. ഇന്നലെ ആദിൽ പാലോട് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അവിടെ ജന്തർ മന്ദറിൽ ഭക്ഷണം ആളുകൾ സൗജന്യമായി എത്തിക്കുന്നു. സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഒക്കെ ഒരു മേൽവിലാസം മാത്രം ജന്തർ മന്ദർ എന്ന് പറഞ്ഞ് ഭക്ഷണം എത്തുന്നു. ഒടുവിൽ ഭക്ഷണം ഇനി കൊണ്ടുവരരുത് എന്ന് സംഘാടകർ പറയുന്ന അവസ്ഥ. ഇപ്പോഴും അതിരാവിലെ ഈ ചൂടത്ത് വലിയ തണുപ്പൊന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? അവിടെ പാർട്ടികൾ ഇങ്ങനെ വിശറിയും വീശി നിൽക്കുന്നുണ്ടല്ലോ. അരുൺകുമാർ, ഉറപ്പായും നല്ല ചൂടാണ്. നമുക്കൊന്നും ജാക്കറ്റ് ഇടാൻ കഴിയാത്തത്ര ചൂടാണ്. ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഈ വിശറി വീശി കൊടുക്കുന്നത് ഒരു മനുഷ്യത്വത്തിന്റെ, ശരിക്കും പറഞ്ഞാൽ സഹജീവി സ്നേഹത്തിന്റെ ഉദാത്തമായ മാതൃകയാണെന്ന് നമുക്ക് പെട്ടെന്ന് തോന്നിപ്പോവും. ശരിക്കും ഇങ്ങനെയൊക്കെ ലോകം മാറിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന കാഴ്ചകളാണ് ജന്തർ മന്ദറിൽ നമ്മൾ കാണുന്നത്. അരുൺകുമാർ, വിശറി വീശി കൊടുക്കുന്നത് ഒരാൾ നിന്ന് വീശി കൊടുക്കുകയാണ്, അയാൾക്കല്ല. ആ വീശി കൊടുക്കുന്നത് അവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ്. അല്പം പ്രായമായ ഒരാളാണ് അവിടെ നിന്ന് വീശുന്നത്. പലയിടത്തും ആളുകൾ നടന്ന് വീശുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് നല്ല ചൂടാണ്. ഡൽഹിയിൽ നല്ല ഹ്യൂമിഡിറ്റിയും ഉണ്ട്. ആ നിലയിൽ ഇവിടെ ഉള്ളവർക്ക് വേണ്ടി പരസ്പരം പേരറിയാത്ത, നാടറിയാത്ത, ഒരു തവണ പോലും മുൻപ് കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് ചൂടകറ്റി കൊടുക്കുന്ന യുവത്വത്തെ നമ്മളിവിടെ കാണുന്നുണ്ട്. രാവിലെ തന്നെ അവരിവിടെ എത്തി മുഴുവൻ മാലിന്യങ്ങളും സ്വന്തം നിലയിൽ എടുത്തു മാറ്റുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഒപ്പം ഇവിടെ രാവിലെ വരുമ്പോൾ ബ്രഷും പേസ്റ്റുമായി ചിലർ നടക്കുന്നുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. ആ രൂപത്തിൽ മനുഷ്യ സ്നേഹത്തിന്റെ, സഹജീവി സ്നേഹത്തിന്റെ കാഴ്ചകളാണ് ജന്തർ മന്ദറിൽ നമ്മൾ കാണുന്നത്. അതും വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇതാണ് സാഹോദര്യം എന്ന് പറയുന്നത്. പേരറിയില്ല, ഊരറിയില്ല, വന്നേക്കുന്ന ലക്ഷ്യം മാത്രമേ അറിയുള്ളൂ. അത് വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ സംരക്ഷിക്കപ്പെടണം. വിദ്യാർത്ഥികളുടെ പ്രവേശന പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ചോരരുത്. നമ്മുടെ വിദ്യാഭ്യാസ പരീക്ഷാ സമ്പ്രദായത്തെ പുനഃസംഘടിപ്പിക്കണം. വിദ്യാഭ്യാസ മന്ത്രി ഇതിന് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണം. ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് അവിടെ പാർട്ടികളായി ചെറുപ്പക്കാർ കൂടിയിരിക്കുന്നത്. പരസ്പരം വീശിയും പരസ്പരം സഹായിച്ചും ഭക്ഷണം നൽകിയും ഒക്കെ അവർ ആ പ്രതിഷേധ പരിപാടിയിൽ സാഹോദര്യം എന്ന വാക്കിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ തെളിയിക്കുകയാണ്. നോബൽ മാരിക്കാരൻ ഇപ്പോൾ ഉള്ളത് മെട്രോ സ്റ്റേഷനിലാണ്. ഇന്നലെ കുറച്ചധികം മണിക്കൂറുകൾ പല മെട്രോ സ്റ്റേഷനുകളും 17 മെട്രോ സ്റ്റേഷനുകളോട് അടച്ചിട്ടു എന്നുള്ളൊരു വിവരമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ എങ്ങനെയാണ് മെട്രോ സ്റ്റേഷനൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുകൂടി നോക്കണം. ഇന്ന് പാർലമെന്റിനുള്ളിലും ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ട്. നോബൽ മാരിക്കാരനിലേക്ക് കൂടി നമ്മൾ പോകുന്നു. നോബൽ മാരിക്കാരൻ, വെരി ഗുഡ് മോർണിംഗ് നോബൽ. ഇന്നലെ 17 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നോബൽ നിൽക്കുന്ന മെട്രോ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നുണ്ടോ? ജന്തർ മന്ദറിന്റെ സമീപത്തുള്ള മെട്രോ സ്റ്റേഷനുകളൊക്കെ അടച്ചിട്ടതൊക്കെ തുറന്നോ, ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടോ? പാർലമെന്റിൽ എന്താണ് ഇന്നത്തെ സാധ്യതകൾ? അരുൺ, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ഉള്ളത് ജൻപത്തിലെ മെട്രോ സ്റ്റേഷന് മുന്നിലാണ്. 2ാം നമ്പർ ഗേറ്റ് ആണ്. ഇന്നലെ നമുക്കറിയാം ഏറെക്കുറെ 17 മെട്രോ സ്റ്റേഷനുകൾ ഇന്നലെ ഈ സംഘർഷം ഉണ്ടായതിന് പിന്നാലെ അടച്ചിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് മെട്രോ സ്റ്റേഷൻ ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ കൃത്യമായി തന്നെ യാതൊരുവിധ തടസ്സങ്ങളില്ലാതെ മെട്രോ സർവീസ് നടത്തുന്നു എന്നാണ് അധികൃതരും വ്യക്തമാക്കുന്നത്. ആളുകൾ വന്നു പോകുന്നുമുണ്ട്. ഏതാണെങ്കിലും ദില്ലിയിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ നേരത്തെ ദൃശ്യങ്ങളടക്കം ആദിൽ പാലോട് കാണിക്കുകയുണ്ടായി. വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്ന സാഹചര്യമാണ് വരുന്നും ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കുറച്ച് ആളുകളെ കാണാം. ഇവരൊക്കെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ പ്രതിഷേധത്തിന് വേണ്ടി എത്തിയ ആളുകളാണ്. ഇവിടെ എവിടെ നിന്ന് വന്നു നമുക്ക് ചോദിച്ചു നോക്കാം. आप लोग किधर से? यूपी हाँ हाँ नहीं, 2 दिन हो गया, 2 दिन हो गया है। उनके हम लोग समर्थन में हैं नौजवानों की। जो सरकार रोजी रोटी दे ना सके वो सरकार बदलनी है। क्या पुलिस से हम लोग नहीं डरते हैं. पुलिस हमारे लिए कुछ नहीं है. अपना काम कर रही है, हम लोग अपना काम करेंगे. ഇവർ ഉത്തർപ്രദേശിൽ നിന്ന് വന്ന ആളുകളാണ്. ഇവർ വലിയ ആവേശത്തിലാണ്. അരുൺ, നമുക്ക് ഈ പറഞ്ഞ പ്രതിഷേധത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, ഇന്നലെയും കണ്ടതാണ്. വലിയ പ്രതിഷേധമായിരുന്നു. നമ്മൾ നിൽക്കുന്ന തൊട്ടപ്പുറം ഇന്നലെ സംഘർഷങ്ങളൊക്കെ രാത്രി ഉണ്ടാവുകയും ചെയ്തിരുന്നു. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ച് പാർലമെന്റ് മാർച്ച് സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണത്തിന് വിപുലമായ സംഘത്തെ തന്നെ ഇപ്പോൾ ദില്ലി പോലീസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. 20 അംഗ സംഘത്തെയാണ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. നിലവിൽ 10 FIRകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത സാഹചര്യമുണ്ട്. ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഈ മെട്രോ സ്റ്റേഷൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലൊക്കെ വലിയ രീതിയിൽ ബാരിക്കേഡുകൾ തീർത്തിട്ടുണ്ട്. കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട്. 30 കമ്പനി അധിക കേന്ദ്രസേനയെ ദില്ലിയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അരുൺ, നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വരുമ്പോൾ മലയാളികളുടെ സാന്നിധ്യം ഈ പറഞ്ഞ പ്രതിഷേധത്തിൽ സജീവമായി തന്നെ ഉണ്ട്. നമ്മൾ നിൽക്കുന്ന ഒരു ആൽമരത്തിൽ മലയാളികൾ എഴുതി വെച്ചൊരു ബോർഡ്, ഒരു വെള്ള പേപ്പറിൽ അവർ എഴുതി വെച്ചിട്ട് ഒരു എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നതായി കാണാൻ കഴിയും. മലയാളത്തിൽ പ്രധാനമായാലും പ്രധാനമന്ത്രിയായാലും
കഴിവില്ലിൽ കടക്ക് പുറത്തു എന്നാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് മലയാളികളടക്കം നമുക്കറിയാം ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. ഇപ്പോൾ ജൻപത്ത് മെട്രോ സ്റ്റേഷനിൽ ചേർന്നുള്ള ഒരു ആൽമരമാണ്. ഈ ആൽമരത്തിലാണ് മലയാളത്തിൽ എന്താണെങ്കിലും ഇങ്ങനെ ഒരു ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ഈ പറഞ്ഞ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുള്ള FIR-കൾ 10 എണ്ണം ഉണ്ട്. അതുമായി ഓക്കെ, ഞാൻ ആളുകൾ മടങ്ങി വരാം. ചെറിയൊരു